കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷ് ഏട്ടൻ ഹരീഷിനെയും നികേഷിനെയും വിളിച്ചുണർത്തി. ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് നിധിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവരോട് പറയുകയാ. എല്ലാം കേട്ടുകഴിഞ്ഞ് ഹരീഷൻ ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അങ്ങനെ ചെയ്യരുതെന്ന് നാട്ടുകാരോട് പോയി പറയാൻ പറ്റുമോ? അവന് കിട്ടിയ അടിക്ക് അവൻ ഇനി ഒരാളുടെ അടുത്തും മിണ്ടാൻ പോകുന്നില്ല എന്നവൻ പറയുന്നത് കേൾക്ക് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്, എടാ അങ്ങനെയല്ല, ഇപ്പൊ ഇങ്ങനൊരു സംസാരം ഉണ്ടായില്ലേ, ഇനി ഓരോ അവസരത്തിലും ആളുകൾ ഇത് തന്നെ പറയും. നിധി ഒരു പാവ, അവൾക്കതൊന്നും താങ്ങാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി താമസിച്ച് ആ കുട്ടി എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നേ? ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്കൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. എടാ നമുക്ക് നിധിയും സുധീഷിനെയും ഈ വീട്ടിൽ വിട്ടിട്ട് വേറെ എവിടേക്കെങ്കിലും മാറിയാലോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. എവിടേക്ക് മാറും സുഭാഷ് ഏട്ടാ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അടുത്തെവിടെയെങ്കിലും ഒരു വാടക വീട്ടിലേക്ക് നമ്മൾ 3 പേരും അച്ഛനും കൂടി അങ്ങോട്ട് മാറുന്നു. ഇവരിവിടെ താമസിക്കട്ടെ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അല്ല, അതിനെ ഏട്ടത്തി സമ്മതിക്കോ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. എടാ ഞാൻ സമ്മതിപ്പിക്കാം. അങ്ങനെ സംഭവിച്ചാ സുധീഷ് നിധിയെ നന്നായി നോക്കിക്കോളും. നമ്മളൊക്കെ ഇടയ്ക്കിടെ വന്നു പോവും, വഴക്കിട്ടല്ലോ പോകുന്നത്. നിധി ആരും തെറ്റായ ഒരു വാക്ക് പോലും നമ്മൾ കാരണം പറയരുത്. എനിക്കത്രയേ ഉള്ളൂ, അവളുടെ ജീവിതത്തിൽ തെറ്റായ ഒരു ആരോപണത്തിന്റെ കറ പോലും നമ്മൾ കാരണം വരാൻ പാടില്ല എന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറയുമ്പോഴും നികേഷ് അപ്സെറ്റായി തലയും കുനിച്ചിരിപ്പാ. അവനോട് അപ്സെറ്റ് ആകേണ്ട കാര്യമൊന്നുമില്ലെന്നും നമ്മൾ ഇവിടെ വിട്ട് അധികം ദൂരേക്കല്ല പോകുന്നതെന്നും തൊട്ടടുത്തു തന്നെ നമ്മൾ ഉണ്ടാവില്ല എന്നും വേറൊന്നും വിചാരിക്കേണ്ടെന്നും സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ, ഏട്ടത്തിക്ക് നമ്മൾ കാരണം എന്തേലും കുഴപ്പം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്തേ പറ്റൂ എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴേക്കും അതുവരെ ഉറക്കം അഭിനയിച്ച് കിടക്കായിരുന്ന സുധീഷും എഴുന്നേറ്റിരിക്കുന്നുണ്ട്. നീ ഉറങ്ങിയില്ലേന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും കേട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും ചേർന്ന് ഗംഭീര ഐഡിയ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല സൂപ്പർ ആൻഡ് ഫാന്റാസ്റ്റിക് ഐഡിയ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കായിരുന്നു അല്ലേ കള്ള എന്ന് ഹരീഷ് ചോദിക്കേ. നിങ്ങൾ വാതിലടച്ച് രഹസ്യം പറഞ്ഞത് ഞാൻ ഒളിഞ്ഞു കേട്ടതൊന്നും അല്ലല്ലോ. തൊട്ടടുത്തിരുന്ന നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണോ കുറ്റം? ഞാൻ വെറുതെ കണ്ണും പൂട്ടി കിടക്കായിരുന്നു. സുഭാഷ് ഏട്ടൻ എന്തോ സംസാരിക്കാൻ പോവാണെന്ന് മനസ്സിലായി, പക്ഷെ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് വിചാരിച്ചില്ലെന്ന് സുധീഷും. നീ എന്തായാലും കേട്ട സ്ഥിതിക്ക് പറ, എന്റെ ഐഡിയ നല്ലതല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. പിന്നെ നല്ല ഉഗ്രൻ ഐഡിയ തന്നെ, സൂപ്പർ എന്ന് സുധീഷും. സുധീഷ് ഏട്ടൻ സുഭാഷ് ഏട്ടനെ കളിയാക്കണമെന്ന് ഹരീഷും പറയുന്നുണ്ട്. കളിയാക്കിയതാണോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. അല്ലാതെ പിന്നെ താൻ ഈ പൊട്ടനെ പോലെ സംസാരിച്ച പിന്നെ എങ്ങനെയാ സുഭാഷ് ഏട്ടാ? അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാ. എന്റെ കൂടെ ഒറ്റയ്ക്ക് അവൾ ഈ വീട്ടിൽ നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വേണമെങ്കിൽ എന്നെ പുറത്താക്കിയിട്ട് നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ താമസിച്ചാലും അവൾക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ പറയും. ഞാനും അവളെ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ മാറി താമസിക്കാന്ന്. നല്ല ബെസ്റ്റ് ഐഡിയ. ഈ ഐഡിയക്കൊക്കെ അവൾ എങ്ങനെ സമ്മതം മൂളുമെന്ന് വെച്ചിട്ട് ഈ പറയുന്നേ? എന്റെ സുഭാഷ് ഏട്ടാ, ഇനി നിങ്ങൾ തനിച്ചാക്കി പോയാലും എന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കൂലെന്നും പറഞ്ഞ് അവൾ നേരെ ഹോസ്റ്റലിലേക്ക് അങ്ങ് പോകും. പിന്നെ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് അങ്ങ് കഴിയേണ്ടി വരുമെന്ന് സുധീഷ് പറയുന്നുണ്ട്. നിധിയോട് താൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്നും അല്ലാതെ വേറെ നിവൃത്തിയില്ലെന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതല്ലാതെ വേറെ വഴിയില്ലെന്നും സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. എന്റെ പൊന്നു സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ ഐഡിയ ഒന്നും നടക്കാൻ പോകുന്നില്ല, വേണമെങ്കിൽ എഴുതി വെച്ചോ എന്ന് സുധീഷും തീർത്തു പറയുക. നികേഷും പറയുന്നുണ്ട്, ഏട്ടാ സുധീഷ് ഏട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഏട്ടത്തി സമ്മതിക്കണമെന്നേ ഉള്ളൂ എന്ന്. ആ കാര്യം ഞാൻ ഏറ്റെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ഏട്ടാ നടക്കാത്ത കാര്യങ്ങളും പറഞ്ഞിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. എടാ നികേഷേ, ഹരീഷേ, ഈ തല്ലിപ്പൊളി ചർച്ചയുമായിട്ട് ഇരിക്കാനാണെങ്കിൽ പുറത്തെങ്ങാനും പോയി കിടന്നോണം കേട്ടോ, എനിക്കുറങ്ങണം. പിന്നെ ഒരു തല്ലിപ്പൊളി ഐഡിയ ഇട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സുധീഷ് മൂടി പുതച്ചു കിടക്കുകയാ. കിടക്കാല്ലേ എന്ന് പറഞ്ഞ് നികേഷും ഹരീഷും അവന്റെ കൂടെ കിടക്കുകയാ. സുഭാഷ് ഏട്ടൻ അവരെല്ലാം നോക്കി ടെൻഷനോടെ ഇരിപ്പാ. രാവിലെ ആകുമ്പോ നിധി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നതും കാത്ത് ഹാളിൽ നിൽപ്പാ സുഭാഷ് ഏട്ടൻ. സുധീഷും നികേഷും അവിടെ ഇരിപ്പുണ്ട്. സുഭാഷ് ഏട്ടാ, ഏട്ടത്തിയോട് സത്യമായിട്ട് പറയാൻ പോവാണെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് വരികയാ. എടാ നികേഷേ, അത് അവളോട് പറയാന്ന് നമ്മൾ ഇന്നലെ തീരുമാനിച്ചതല്ലേ, അതിന് നീ ഇങ്ങനെ മുഖം കനപ്പിച്ചിരിക്കല്ലേ? നിങ്ങൾക്കൊക്കെ വിഷമമുണ്ടെന്ന് തോന്നിയാ അവൾക്കൊരു തീരുമാനം പറയാൻ പറ്റാതെ പോകും എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. ചിരിച്ചു കാണിച്ചാൽ നിങ്ങളോട് അവൾ പൊക്കോളം പറയുമെന്ന് വിചാരിച്ചിട്ടാണോ? എന്റെ കൂടെ തനിയെ അവൾ നിന്ന കാക്ക മലർന്നു പറക്കും. ഇത് വീണ്ടും എന്നെ നാണം കെടുത്താനുള്ള ഏർപ്പാടാ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് അവൻ സുഭാഷ് ഏട്ടനോടായി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, അവൾ എന്തായാലും അത് സമ്മതിക്കാൻ പോകുന്നില്ലെന്ന്. നീ ഒന്നും മിണ്ടാതിരിക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ആദ്യം ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് സുഭാഷ് ഏട്ടൻ സുധീഷിനോടായി പറയുമ്പോഴേക്കും നിധി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാ. എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്ന കണ്ട് എന്തുപറ്റി, എന്താ എല്ലാവരുടെയും മുഖം വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനും പ്രശ്നമൊന്നുമില്ല, പക്ഷേ മോളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ എന്ന് അവളും. മോളിരിക്കുന്ന സുഭാഷ് ഏട്ടൻ പറയേ. സാരമില്ല സുഭാഷ് ഏട്ടൻ പറഞ്ഞോ എന്ന് അവളും.
കാപ്പി വേണോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഞാൻ നേരത്തെ കുടിച്ചതല്ലേ, എന്താ സുഭാഷ് ഏട്ടാ എന്നവൾ ചോദിക്കേ. അത് ഇന്നലെ നടന്ന കാര്യങ്ങൾ രാത്രി മുഴുവൻ ആലോചിച്ച് കിടക്കുകയായിരുന്നു ഞാൻ എന്ന് സുഭാഷ് പറയേ. അത് ഇന്നലെ തീർന്നില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധിയും. അതല്ല, ഈ വീട്ടില് നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം, പക്ഷെ അത് നാട്ടുകാർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. നമ്മളെപ്പറ്റി ആളുകൾ എങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അതുകൊണ്ട് ഇനി താമസിക്കുന്നതിൽ അർത്ഥമില്ല. നടന്നതെല്ലാം കണക്കാക്കി ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നതുകൾക്ക് എന്താ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ സുഭാഷ് ഏട്ട എന്ന് നിധിയും. അല്ല, ഇന്നലെ ഉണ്ടായത് അവസാനിച്ചു, പക്ഷെ ഇനിയും അങ്ങനെ ഉണ്ടായാ എന്ത് ചെയ്യും എന്നവൻ ചോദിക്കേ. ഫേസ് ചെയ്യണം, അല്ലാതെ എന്ത് ചെയ്യാനാന്ന് നിധിയും ചോദിക്കുക. അതാണ് പ്രശ്നം, ഞങ്ങൾക്ക് വേണ്ടി മോളോടി എന്തിനു സഹിക്കണം? അങ്ങനൊന്നും വരാതിരിക്കാനാ ഞാനൊരു തീരുമാനമെടുത്തത് എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നതുകൾക്ക് നിധി സംശയത്തോടെ സുധീഷിനെയും നികേഷിനെയും ഹരീഷിനെയും എല്ലാം എന്ന് നോക്കി. അപ്പോ എല്ലാരും കൂടി എന്തോ തീരുമാനമെടുത്ത് വെച്ചിരിക്കുകയല്ലേ എന്നവൾ ചോദിക്കുക. നികേഷും എഴുന്നേറ്റ് വന്ന് അതേ എടുത്തി, സുഭാഷ് ഏട്ടൻ ഞങ്ങളോട് ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നവൻ പറയുന്നുണ്ട്. സുധീഷും ചോദിക്കുക, എടാ നികേഷ്, നീ എന്താണ് ഈ പറയുന്നേ? അത് പിന്നെ ഡിസ്കഷൻ ഒന്നുമില്ല, സുഭാഷ് ഏട്ടൻ പറഞ്ഞു, ഞങ്ങൾ ഇരുന്ന് കേട്ടു, അത്ര മാത്രമേ ഉള്ളൂ എന്ന്. സുഭാഷ് ഏട്ടന്റെ തീരുമാനത്തിൽ എനിക്കൊരു പങ്കുമില്ല കേട്ടോ, അത് ഇയാൾ മനസ്സിലാക്കണം എന്ന് സുധീഷ് പറഞ്ഞു. നേരത്തെ എന്ത് തീരുമാനമായി എടുത്തത് അത് പറ എന്ന് നിധിയും. സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്, നിധി, നടന്ന പ്രശ്നങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കാൻ എല്ലാവരും കൂടി ഇവിടെ നിന്ന് മാറി താമസിച്ചാലോന്ന് വിചാരിക്കുക. എനിക്ക് മനസ്സിലായില്ല എന്ന് നിധിയും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം, അതിൽ മോളില്ല എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നവർക്ക് ഇത് നിങ്ങളുടെ വീടല്ലേ, ഇത് വിട്ട് നിങ്ങൾ എവിടെ പോവാൻ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല, ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ഹരീഷും നികേഷും അച്ഛനും മാറും, സുധീഷും നിധിയും ഈ വീട്ടിൽ താമസിച്ചോ, ഞങ്ങൾ അതാ ആലോചിച്ചത് എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നിങ്ങൾക്ക് എല്ലാവർക്കും വട്ടായോ? എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് നിധി പറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്തു തന്നെ ഉണ്ടാവും, തൊട്ടടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ കൂടാമെന്നാ വിചാരിച്ചത് എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. എന്തിന് എന്ന് നിധിയും. അല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടല്ലേ ഇമാതിരി വൃത്തികേടുകളൊക്കെ കേൾക്കേണ്ടി വരുന്നത്. ഇനി അതുണ്ടാവരുതെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ആളുകൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് കാണിക്കാൻ തുടങ്ങിയ അതിന് നേരം ഉണ്ടാവുകയുള്ളൂ സുഭാഷ് ഏട്ടാ എന്ന് നിധിയും പറയുകയാ. ഞാൻ ശരിയായ കാര്യമല്ലേ പറഞ്ഞത് മോളെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. എന്ത് ശരി? ഈ വീട്ടിൽ ഇത്തിരിയെങ്കിലും കാര്യവിവരമുള്ള ആള് സുഭാഷ് ഏട്ടനാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ സുഭാഷ് ഏട്ടനും മറ്റുള്ളവരെ പോലെ ആയോ? നാളെ വേറെ ഏതെങ്കിലും ഒരുത്തൻ വേറെ എന്തേലും പറയും, അപ്പോ അതിനുമനുസരിച്ച് തീരുമാനമെടുക്കോ? ചെറുപ്പത്തിലെ മുത്തശ്ശി ഒരു കഴുതയുടെയും ഒരാളിന്റെയും കഥ പറഞ്ഞു തരുമായിരുന്നു. തലയിലെ ചുമടുമായി ഒരാള് ഒരു കഴുതയും കൊണ്ട് വരികയായിരുന്നു. അപ്പോ എതിര് വന്ന ഒരാള് പറഞ്ഞു, ഇവൻ എന്തൊരു മണ്ടനാ, കഴുത ചുമക്കേണ്ടത് ഇവൻ ചുമക്കുന്നു. അപ്പോ അയാൾ ഉടനെ തന്റെ തലയിലെ ഭാരം കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടി. കുറച്ചു ദൂരം പോയപ്പോ വേറൊരുത്തം വന്നു. അവൻ പറഞ്ഞു, ഇവൻ എന്തൊരു ദുഷ്ടനാ, ഈ മിണ്ട പ്രാണിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നല്ലോ എന്ന്. അപ്പോ അയാൾ വീണ്ടും തിരിച്ച് അതെടുത്ത് തലയിൽ തന്നെ വെച്ചു. കുറെ ദൂരം കഴിഞ്ഞപ്പോ മറ്റൊരുത്തം പറഞ്ഞു, ഭൂലോക വിഡ്ഢി, കഴുത പുറത്തു കയറി ആ ചുമട് അതിന്റെ പുറത്ത് വെച്ച് സുഖമായിട്ട് പോകുന്നതിന് പകരം ഇവനിങ്ങനെ കഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ അങ്ങനെ ചെയ്യാന്ന് വെച്ചപ്പോഴേക്കും അയാൾ കുഴഞ്ഞ് താഴെ വീണു. സുഭാഷ് ഏട്ടൻ ഈ കഥയിലെ കഴുതയെ പോലെ ആയിക്കോ, പക്ഷേ ആ മനുഷ്യനെ പോലെ ആവരുത്, മനസ്സിലായോ എന്ന് നിധി പറഞ്ഞു നിർത്തേ. സുധീഷും മനസ്സിൽ ഓർക്കുന്നുണ്ട്, എന്താണാവോ എന്നെ പറ്റിയൊന്നും പറഞ്ഞത്. അപ്പോഴേക്കും നിധി വീണ്ടും സുഭാഷ് ഏട്ടനോടായി, പിന്നെ ഞാനിവിടെ താമസിക്കേണ്ടത് ആരുടെ കൂടെയാണെന്ന് പറഞ്ഞില്ല, സുധീഷിന്റെ കൂടെയാണോ? ഇയാളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി മാറിപ്പോയാലും വേണ്ടില്ല, ഇങ്ങരുടെ കൂടെ ഞാൻ താമസിക്കുമെന്ന് സുഭാഷ് ഏട്ടൻ വിചാരിക്കുന്നുണ്ടോ എന്ന് നിധി ചോദിക്കുന്നവർക്ക് സുധീഷും ചിരിയോടെ പറയുന്നുണ്ട്. എന്നെ നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ എല്ലാവർക്കും. അതുകൾക്ക് ഹരീഷും നികേഷും എല്ലാം ചമ്മലോടെ ചിരിയോടെ നിൽപ്പാ. ഇതിലും നല്ലതേ ഞാൻ ഹോസ്റ്റലിൽ തന്നെ താമസിച്ചാൽ മതിയായിരുന്നല്ലോ, എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നേ എന്ന് നിധി ചോദിക്കേ. അല്ല മോളെ, ഞാൻ എന്ന് സുഭാഷ് ഏട്ടനും. സുഭാഷ് ഏട്ടന്റെ കരുതൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതിനിമാതിരി മണ്ട തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞ് നിധി തന്റെ റൂമിലേക്ക് പോവുകയാ. ചമ്മലോടെ സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങും നേരം സുധീഷും എഴുന്നേറ്റ്, അല്ല സുഭാഷ് ഏട്ടൻ അവിടെ നിൽക്ക്, വേണ്ടെന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞതല്ലേ, അപ്പോ എന്നെ നാണം കെടുത്തി അടങ്ങുമെന്ന് വിചാരിച്ചിട്ടല്ലേ. ഇപ്പൊ അവള് പറഞ്ഞത് കേട്ടല്ലോ, അവള് പറഞ്ഞ കഥയിലെ കഴുതയാവുന്നത് തന്നെയാ സുഭാഷ് ഏട്ടന് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് റൂമിലേക്കും പുറകെ ഹരീഷ് പുറത്തേക്കും ഇറങ്ങി പോവുകയാ. ചിരിയോടെ ഇരിക്കുന്ന നികേഷിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോവുകയാ. പിന്നീട് സുധീഷ് തുണി അലക്കിയിടുമ്പോഴാണ് ഹരീഷ് അവിടെ ടെൻഷനോടെ ഇരിക്കുന്നത് കാണുന്നത്. അവനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇവന്റെ ഇരിപ്പത്ര ശരിയല്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് സുധീഷ് അവന്റെ അരികിലേക്ക് ചെന്നിരുന്ന്, എന്താണ് ബ്രദറെ ഒരു ഉഷാറില്ലാത്തതുപോലെ എന്ന് ചോദിക്കേ. ഏയ് ഒന്നുമില്ലെന്ന് ടെൻഷനോടെ അവനും. നീതുവിനെ പറ്റി ആലോചിച്ചിട്ടാണോ എന്ന് സുധീഷ് ചോദിക്കേ. അതെ എന്ന് അവനും തലയാട്ടുകയാ. അത്രയ്ക്ക് ആലോചിക്കാൻ മാത്രം വർത്തുണ്ടോടാ അവൾക്ക് എന്ന് സുധീഷ് ചോദിക്കേ. എന്താ സുധീഷേട്ടാ ഈ പറയുന്നത്? ഇന്നലെ അവൾ അത് കാണിച്ചു തന്നില്ലേ? എന്തു വന്നാലും അവൾ എനിക്കും നമ്മുടെ കുടുംബത്തിനു വേണ്ടി നിൽക്കുമെന്ന് മനസ്സിലായില്ലേ? ഇന്നലെ മുതൽ അവളുടെ മുഖം മനസ്സിൽ നിന്ന് പോണില്ല.
എന്നവൻ നാണത്തോടെ പറയേ, അപ്പോ ഇന്നലെ മുതലാണ് നീ അവളെ ശരിക്കും പ്രേമിക്കാൻ തുടങ്ങിയതെന്ന് സാരം അല്ലേ? ഇത്രയും നാളും വെറുമൊരു സിറ്റുവേഷൻഷിപ്പ് ആയിരുന്നു അല്ലേടാ എന്ന് സുധീഷ് ചോദിക്കുക. ഏയ് അങ്ങനൊന്നുമില്ല, അവളെ എനിക്ക് ഇഷ്ടാ. പക്ഷെ ഇന്നലത്തെ ഒരു സംഭവം കൊണ്ട് അവളോട് എനിക്ക് ഇഷ്ടം മാത്രമല്ല, ഒരു ബഹുമാനവും കൂടി തോന്നി. സ്വന്തം വീട്ടുകാരെ എതിർത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എത്ര വലിയ മനസ്സ് വേണം. അത് ശരിയല്ലേന്ന് ഹരീഷ് ചോദിക്കെ. അത് ശരിയാ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. നിന്നെ പോലെ ഒരുത്തിന് വേണ്ടി സ്വന്തം വീട്ടുകാരെ തള്ളിക്കളയാൻ ആ കുട്ടിക്ക് ശരിക്കും വട്ടാണോന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയ്ക്കങ്ങ് പ്രേമിക്കാൻ നിന്റെ കയ്യിൽ എന്ത് കോപ്പുണ്ടായിട്ടാടാ? നടക്കട്ടെ നടക്കട്ടെ എന്ന് ചിരിയോടെ സുധീഷും. നിങ്ങൾക്ക് അസൂയ കൊണ്ട സുധീഷേട്ടാ, ഇത്ര കാലമായിട്ടും ഏടത്തി നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത വിഷമവും അതിന്റെ ഫലമായി അസൂയ എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ സുധീഷും അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, ഓ എന്നാ ശരി സാറേ, നിങ്ങളൊക്കെ നല്ല മനുഷ്യരായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ശരിയായിട്ട് വരും. ഞാനാണല്ലോ ഈ വീട്ടിലെ പൊട്ടയാള്, അതുകൊണ്ടാണ് എന്റെ ഒരു കാര്യവും നടക്കാത്തത്. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങും നേരം ഹരീഷ് അവനെ പിടിച്ചിരുത്തി, സുധീഷ് ഏട്ടാ, എനിക്ക് അവളെ ഒന്ന് കാണുമെന്ന് തോന്നുന്നു എന്ന് പറയേ. നീ പോയി കാണുന്ന സുധീഷും, അതിനവള് വീട്ടിലല്ലേ എന്ന് ഹരീഷ് ടെൻഷനോടെ ചോദിക്കേ. വലിയ കാമുകനല്ലേടാ നീ, നിനക്കതിനുള്ള ധൈര്യമില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ഇല്ലെന്ന് ഹരീഷും. എന്നൊരു കാര്യം ചെയ്യേ, പോയിരുന്ന് സ്വപ്നം കാണും. അല്ല പിന്നെ എന്ന് പറഞ്ഞ സുധീഷ് വീണ്ടും എഴുന്നേറ്റ് പോവാൻ തുടങ്ങും നേരം ഹരീഷ് വീണ്ടും അവനെ പിടിച്ചിരുത്തി, സുധീഷ് ഏട്ടാ എന്ന് വിളിച്ച് ടെൻഷനോടെ ഇരിക്കേ. നിനക്ക് ഇപ്പൊ തന്നെ അവളെ കാണണമെന്നാണോ എന്ന് സുധീഷ് ചോദിക്കേ. എന്ന് തോന്നുന്നു എന്ന് ഹരീഷും. ശരിയെന്നാ വാ എന്ന് പറഞ്ഞ് സുധീഷ് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. എങ്ങോട്ട് എന്ന് ഹരീഷും. അവളുടെ വീട്ടിലേക്ക്. എടാ, പ്രേമിക്കുന്ന പെണ്ണിനെ കാണണമെന്ന് തോന്നിയ വേറെ തടസ്സങ്ങളൊന്നും ഒന്നുമല്ല, നീ വന്നേ എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കേ. അല്ല, ഞാൻ ഈ ഷർട്ടൊന്ന് മാറ്റിയിട്ട് എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്തിന്? ഇത് തന്നെ ധാരാളം, ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും നീതുവിനെ കാണാനായി പോകുന്നുണ്ട്. അവളുടെ വീടിന് കുറച്ച് അപ്പുറത്ത് മാറി ഹരീഷ് വണ്ടി നിർത്തുമ്പോഴേക്കും, നീ എന്താടാ ഇവിടെ നിർത്തിയതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അത് സുധീഷേട്ടാ എന്ന് പരിഭ്രമത്തോടെ ഹരീഷ് പറയേ. ഏത് ധൈര്യമൊക്കെ ചോർന്നു പോയോ എന്ന് സുധീഷും. അല്ല അതല്ല എന്ന് പറഞ്ഞ് ഹരീഷ് തല ചൊറിഞ്ഞു നിൽക്കേ. വണ്ടി എടുക്കടാ, അവളുടെ വീട്ടിലേക്ക് പോവാം. എടാ മോനെ ഹരീഷേ, നീ അവളെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നേ എന്ന് സുധീഷ് ചോദിക്കേ. അതെ, പക്ഷേ എന്ന് ഹരീഷും. പിന്നെന്ത് പക്ഷേ? എടാ അവളെ പോയി കാണാടാ, നീ വണ്ടി എടുത്തേ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ടെങ്കിലും ഹരീഷ് പരുങ്ങലോടെ അവളുടെ വീട്ടിലേക്ക് നോക്കി നിൽപ്പാ. എന്നാ നീ അവളെ ഒന്ന് ഫോൺ വിളിക്കേ എന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട്. അതിന് അവളുടെ കയ്യിൽ ഫോൺ ഇല്ലല്ലോ സുധീഷേട്ടാ. ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. എടാ എന്നാ നേരിട്ട് പോയി വിളിക്കടാ, നീ എന്തിനാടാ പേടിക്കുന്നേ, വാ എന്ന് സുധീഷ് വിളിക്കുക. അത് പ്രശ്നമാവും എന്ന് പരിഭ്രമത്തോടെ ഹരീഷും പറയേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്നാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അതുവഴി നീതുവിന്റെ അച്ഛൻ ഓട്ടോ ഓടിച്ചു വരുന്നത് ഹരീഷ് കാണുന്നത്. അത് കണ്ട് ഹരീഷും പരിഭ്രമത്തോടെ സുധീഷിനെ പിടിച്ചു വലിച്ച് ഒരു ചെടിയുടെ മറവിൽ ചെന്ന് ഒളിച്ചിരിക്കുക. എന്താടാ ഈ കാണിക്കണെന്ന് സുധീഷ് ചോദിക്കെ. അയാൾ കാണും എന്ന് ഹരീഷും. ആരെന്ന് ചോദിച്ച് സുധീഷ് നോക്കുമ്പോഴേക്കും നീതുവിന്റെ അച്ഛൻ അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ വണ്ടി തിരിച്ചു പോകുന്നുണ്ട്. എടാ നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കെ. പേടിയല്ല, അവൾക്കൊരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് ഹരീഷും. ഓ കെയറിങ്, അത് ശരി, നമ്മൾ അവളെ കാണാൻ വേണ്ടി വന്നു, പക്ഷെ എങ്ങനെ കാണും, അതിന് സാറിന് വല്ല ഐഡിയ ഉണ്ടാവോ എന്ന് സുധീഷ് ചോദിക്കെ. അത് തന്നെയാ ഞാനും ആലോചിക്കണേന്ന് ഹരീഷും. നീതുവിന്റെ അച്ഛനും ഓട്ടോയിൽ നിറങ്ങി വീട്ടിലേക്ക് കയറി പോവുകയാ. നീതുവിനെ എങ്ങനെ കാണുമെന്നാലോചിച്ച് സുധീഷും ഹരീഷും ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് ഒരു ചേച്ചി അതുവഴി നടന്നു വരുന്നത് സുധീഷ് കാണുന്നത്. സുധീഷ് അങ്ങോട്ട് ചെന്ന്, അതെ ആന്റി, ആന്റി എനിക്കൊരു സഹായം ചെയ്യോ എന്ന് ചോദിക്കേ. എന്നെ കണ്ടിട്ട് നിനക്ക് ആന്റി ആണെന്ന് തോന്നിയോ, മാലക്കണ്ണാണോ നിനക്ക് എന്നാ ചേച്ചിയും ചോദിക്കുന്നുണ്ട്. അയ്യോ, അകലെന്ന് കണ്ടപ്പോ ആന്റിയാണെന്ന് തോന്നി, അടുത്തെത്തിയപ്പോഴാ ചേച്ചിയാണെന്ന് മനസ്സിലായത് എന്ന് സുധീഷ് വീണ്ടും പറയേ. ചേച്ചിയോ, ഞാനോ, എനിക്ക് എന്നെക്കാളും പ്രായമുണ്ടല്ലോടോ എന്ന് പറഞ്ഞ് ആ ചേച്ചി നടന്നു നീങ്ങുകയാ. ഒരു ചമ്മലോടെ പരിചയമുള്ള ആളാ എന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ബ്രദറിന് വേണ്ടി നാണം കിട്ടുന്നല്ലേ ഉള്ളൂ, ഞാൻ അങ്ങ് സഹിച്ചു എന്ന് സുധീഷ് പറയേ. മതി, വാ പോവാമെന്ന് ഹരീഷ് വിളിക്കുന്നുണ്ട്. എങ്ങോട്ട് എന്ന് സുധീഷ് ചോദിക്കെ. ഇത് ശരിയാവില്ല, വാ പോവാമെന്ന് ഹരീഷ്. ഷെടാ ഇവിടം വരെ വന്നിട്ടോ എന്ന് സുധീഷ് ചോദിക്കെ. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഹരീഷ് വീണ്ടും വിളിക്കുക. എടാ ഒന്ന് നിന്നേ, വഴി ഉണ്ടാക്കാം നമുക്ക് എന്ന് സുധീഷ് പറഞ്ഞു നിർത്തുമ്പോഴാണ് ഒരു പെൺകുട്ടി അതുവഴി നടന്നു വരുന്നത് അവൻ കാണുന്നത്. എടാ ഹരീഷ് നിക്ക്, നമുക്ക് വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് സുധീഷ് അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഹലോ, എന്നെ മനസ്സിലായോ എന്ന് സുധീഷ് ചോദിക്കെ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലെന്ന് അവളും. രേഷ്മ എന്നെ മറന്നു അല്ലേ എന്ന് സുധീഷ് ചോദിക്കെ. എന്റെ പേരെങ്ങനെ എന്നവളും. കോളേജിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ട്രിപ്പിലെ ട്രാവൽസിൽ നിന്ന് വന്ന ട്രാവലർ ഓടിച്ചത് ഞാനായിരുന്നു എന്ന് സുധീഷ് പറയേ. ഓ സുധീഷ്, എന്താ ഇവിടെ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. ഞാനേ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി വന്നതാ എന്ന് സുധീഷ് പറയേ. എന്താ ചുറ്റിക്കളിയാണോ എന്ന് അവളും. ലേശം, പക്ഷെ എനിക്കല്ലട്ടോ, ദേ അവനാ എന്ന് ഹരീഷിനെ ചൂണ്ടി സുധീഷ് പറയേ. ഇയാൾ ഇത് കോളാക്കോ ഭഗവാനെ എന്ന് ഹരീഷും മനസ്സിൽ പറയുന്നുണ്ട്. അല്ല, രേഷ്മ ഇവിടെയാണോ താമസം എന്ന് സുധീഷ് ചോദിക്കേ. അതെ, അപ്പുറത്തെ സ്ട്രീറ്റിലാന്ന് അവളും. അപ്പോ നീതുവിനെ അറിയോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഏത്, നമ്മുടെ ചന്ദ്രേട്ടന്റെ മോളോ എന്നവൾ ചോദിക്കേ. ആ അത് തന്നെ, കറക്റ്റ്. ആ നിൽക്കുന്ന എന്റെ അനിയനെ നീതുവുമായി കട്ട പ്രേമത്തിലാ. അവളെ കാണാൻ വേണ്ടിയിട്ടാ രാവിലെ വന്ന് നിൽക്കുന്നത്. ഒന്ന് അവളോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയൂ പ്ലീസ്, കോളേജ് ട്രിപ്പിലെ ഞാനും കുറെ സഹായിച്ചതല്ലേടോ
എന്നവൻ പറയേ ശരി, ആര് വന്നു പറയണം എന്ന് അവളും ചോദിക്കുന്നുണ്ട്. അത് കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നു പറഞ്ഞാൽ മതി, പേര് ഹരീഷ് എന്നവനൊരു ഓളത്തിൽ അങ്ങനെ പറയേ. എന്ത് എന്നവളും. അയ്യോ അല്ല ഹരിത എന്ന് സുധീഷ് പറയേ. ഒന്ന് മൂളിക്കൊണ്ട് രേഷ്മ നീതുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. സുധീഷും സന്തോഷത്തോടെ ഓക്കെ ആയെന്ന് ഹരീഷിനെ ആംഗ്യം കാണിക്കുകയാണ്. നീതു നീതു എന്ന് വിളിച്ച് രേഷ്മ അവളുടെ വീട്ടിലേക്ക് കയറി പോകുമ്പോഴേക്കും അങ്ങോട്ട് വന്ന നീതുവിന്റെ അമ്മയും എന്താ രേഷ്മ വന്ന ഉടനെ നീതുവിനെ അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുക. നീതുവിനെ കാണാൻ അവളുടെ ഒരു ഫ്രണ്ട് വന്നു എന്ന് രേഷ്മ പറയേ. ഫ്രണ്ടോ, ആര് എന്ന് അമ്മയും. അത് ഹരിത എന്നാ പറഞ്ഞേ എന്ന് രേഷ്മ പറയേ. നീതു എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് അമ്മയും. നീതു അങ്ങോട്ട് വരുമ്പോഴേക്കും ഏതാടി നിന്റെ ഫ്രണ്ട് ഹരിത എന്നമ്മ ചോദിക്കുന്നുണ്ട്. ഹരിത എന്ന് പറഞ്ഞ സംശയത്തോടെ നിന്ന് നീതു രേഷ്മയെ നോക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഹരീഷ് നീതുവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ട് അഖിൽ അങ്ങോട്ടെത്തുന്നതും അവളെ വീട്ടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നതും നീതു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.